തിരുശബ്ദം മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹ അഭിവാദനം. ഹൃദയത്തിൽ കുത്തുകൊള്ളുന്ന വിധത്തിൽ മുനവച്ച് സംസാരിക്കുന്നത് ചിലരുടെ ശീലമാണ്. സത്യത്തിൽ പരിഹാസത്തിൻ്റെ മറ്റൊരു രൂപമാണിത്. അപ്പോസ്തലനായ പത്രോസിൻ്റെ എഴുത്തുകളിൽ അന്ത്യകാലത്ത് പരിഹാസികളുടെ ആധിക്യം ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട്. യൂദായുടെ എഴുത്തിലും തഥൈവ. പരിഹാസികളോടുള്ള ദൈവിക ഇടപെടൽ തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 34-ാം വാക്യം. പരിഹാസികളെ അവൻ പരിഹസിക്കുന്നു, എളിയവർക്കോ അവൻ കൃപ നൽകുന്നു. പരിഹാസത്തിന് പാത്രമാകുക എപ്പോഴും ദുസ്സഹം തന്നെയാണ്. ചുറ്റുമുള്ളവർക്ക് പരിഹാസമായി തീർന്ന അനുഭവം വേദനയോടെയാണ് ആസാഫ് പങ്കുവയ്ക്കുന്നത്. പരിഹാസി പരിഹസിക്കപ്പെടും, തീർച്ചയാണ്. മാത്രവുമല്ല, സദൃശവാക്യങ്ങൾ 21-ാം അധ്യായം 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പരിഹാസിയുടെ സ്വഭാവത്തിലെ പ്രധാന ഘടകങ്ങളായി നിഗളവും ഗർവവും പരാമർശിക്കപ്പെട്ടിരിക്കുന്നതായി കാണാവുന്നതാണ്. എന്നാൽ എളിയവർക്ക് കൃപ നൽകുന്ന ദൈവത്തെയും തിരുവെഴുത്ത് അവതരിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നെ സാഗ്വതം ശ്രവിക്കുന്ന പ്രിയ ദൈവ പൈതലേ, പരിഹാസ വാക്കുകൾ ഒഴിഞ്ഞിരിപ്പാൻ ആവശ്യമുണ്ട്. ഈ അനാത്മീയ പ്രവണത ഉപേക്ഷിച്ചാൽ പിണക്കവും കലഹവും നിന്നുപോക തന്നെ ചെയ്യും. ഇന്നു രാവിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കാതുകളിൽ മുഴങ്ങുമ്പോൾ തിരുത്തേണ്ടവ തിരുത്തുവാൻ കർത്താവ് സകലരെയും സഹായിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.